ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിന്ന് അന്ന് പണ്ടായിട്ട് ഞാൻ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് തന്നെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് സ്കെയിൽ വേണം. സ്കെയിലിൻ്റെ ഇല്ല ഞാൻ നോക്കട്ടെ. എന്താണ് എൻ്റെ ഉള്ളത്? വലിയ സ്കെയിലാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ഇത്ര നേരം വെച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ടേപ്പിൻ്റെ അകത്ത്. അപ്പോൾ എൻ്റെ ഫോൺ സ്റ്റാൻഡ് അതെടുക്കും. പിന്നെ ഇങ്ങനെ അളവെടുക്കാനായിട്ട് പെൻസിലല്ല. ഇങ്ങനെ വരയില്ല. കുറച്ച് വലുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ചെറുതാണെങ്കിൽ ചെറുതുണ്ടാക്കാമെന്ന് വെച്ചിട്ട് പോക്കറ്റ് ഞാൻ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കണ്ടിട്ട് അത് ഇൻസ്പയറായിട്ട് ചെയ്തു. കുറച്ച് ചെറുതാക്കണം. പിന്നെ മാത്രമേ ചിലപ്പോൾ സേഫ്റ്റി ഉണ്ടാവും. വരച്ചിട്ട് കാണിച്ചു. വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാർക്ക് വെച്ച് വരച്ചതാണ്. അത് കടായി ഇവിടെ ഞാൻ നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാർക്കർ വെച്ച് ലൈൻ ചെയ്യാം. മാർക്കർ വെച്ച് ലൈൻ ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള ലൈനൊക്കെ ചെയ്ത് ഇവിടെ പിന്നെ കിറ്റ് നടന്നില്ലേ. അപ്പോൾ അത് പിന്നെ വേറെ കിടക്കണമെങ്കിൽ ഇനി ഇത് ഞാൻ പെയിൻറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് കാണാൻ കേട്ടോ. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പൊട്ടിക്കട്ടെ. പുതിയ പെയിൻറ്റാണ്. ഇന്നലെ ഞാൻ പൊട്ടിച്ചില്ല. ഇന്നലൊക്കെ പൊട്ടിക്കുന്നതാണ്. ഇന്നലെ ഞാൻ പൊട്ടിച്ചില്ല. പൊട്ടിച്ച് അത് ഞാൻ ഇന്നലെ പൊട്ടിച്ചതായിരുന്നു. ഇത് വൈറ്റ് ഒന്നെടുത്തു. വൈറ്റും പേർപ്പിളാണ്. ആ പേർപ്പിളാണ് കുറച്ച് യൂസ് ചെയ്താൽ. ഈ ബ്രഷ് യൂസ് ചെയ്ത് കണ്ടാൽ മനസ്സിലായില്ല അതിൻ്റെ യൂസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് കാണാൻ കേട്ടോ. ഞാൻ വെള്ളം എടുത്തിട്ട് ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് കളർ എടുക്കണമെന്നൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് പിങ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഇപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ലൈറ്റ് പിങ്ക്, ഒരെണ്ണം ലൈറ്റ് ബ്ലൂ. ഓക്കെ, അപ്പോൾ ലൈറ്റ് പിങ്ക് ഫസ്റ്റ് ചെയ്യണത്. ഞാൻ ഈ ഒരു പിങ്കാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ